all, welcome back to my YouTube channel and you're watching Eden Vlogs. അപ്പോൾ ഇന്ന് ഓഗസ്റ്റിൽ നമ്മൾ പോകുന്ന സെക്കൻഡ് ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ വെള്ളാങ്കണ്ണിക്കാട്ടോ പോകുന്നത്. ചേച്ചി ബർത്ത്ഡേക്ക് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സഡൻ ആയിട്ട് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണ്. അപ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു അടിച്ചുപൊളി ട്രിപ്പല്ല, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ട്രിപ്പാണ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, വെള്ളാങ്കണ്ണിയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ അവര് പറഞ്ഞ ബൈപ്പാസിൽ നിന്നിട്ടുണ്ട്. അപ്പൊ അവര് വരെ കുറച്ചുകൂടി ലേറ്റ് ആവും, അതുകൊണ്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ചേച്ചിക്ക് വർക്ക് ഫ്രം ഹോം ആണ്, നൈറ്റ് ഷിഫ്റ്റുള്ള വർക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചേച്ചി വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ പെട്ടെന്നാണ് ലാപ്ടോപ്പ് ഡൗൺ ആയത്. അപ്പോ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലോട്ട് പോയി പപ്പയും ചേച്ചിയും ചാർജ് കയറ്റാൻ പോയിരിക്കുകയാണ്. അപ്പൊ ഞാൻ അമ്മയും ഒക്കെ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ എന്തായാലും ബസ്സില് ലൈക്ക് ട്രാവൽസിൽ കയറിച്ച് ഞാൻ കാണിക്കും. അടുത്ത പരിപാടി ഉറക്കമാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. നല്ല ഉറക്കം. കാലത്ത് ഒരു 5 o'clock ഒക്കെ ആകുമ്പോൾ അവിടെ എത്തും. അപ്പം എന്തായാലും ഇപ്പോൾ റൂമിലെത്തി. അപ്പോൾ ഒരു 5 o'clock ഒക്കെ ആയപ്പോൾ നമ്മൾ ഇവിടെ എത്തിട്ടോ. അപ്പോൾ ഈ ഒരു റൂമിലാണ് നമ്മളിത് ഈ ഒറ്റ ദിവസം നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇന്ന് നൈറ്റല്ല, ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ചും സിറ്റിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ്. ആൻഡ് എന്താ നല്ല ടയർഡുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ആ ടയേർഡ് എനിക്ക് മൊത്തം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. സോ ഞാൻ ഫ്രഷായി ഡ്രസ്സ് മാറി. അപ്പം ഇത് ഞാൻ പാലക്കാടിൽ നിന്ന് റിട്ടേൺ വരുമ്പോൾ ഇട്ട അതേ ഔട്ട്ഫിറ്റാണ് കേട്ടോ. അപ്പോൾ തിരിച്ചും ഇതിനെ ഞാൻ റിപ്പീറ്റ് ചെയ്തു. ബിക്കോസ് ലാസ്റ്റ് മിനിറ്റിൽ പാക്ക് ചെയ്തുകൊണ്ട് എനിക്ക് വേറെ ഡ്രസ്സ് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഈസിലി പിക്കായ ഡ്രസ്സ് ഞാൻ എടുത്തിട്ട് വന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ്. അപ്പോൾ ഞാൻ മുടി ഫേസിലൊക്കെ ചെയ്യണം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ ഫേസിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്നിട്ടാ എനിക്ക് കുറച്ച് ഫീവറിൻ്റെ ഒരു കുഞ്ഞ് ഒരു സിംറ്റം ഇവിടെ നിന്ന് കിട്ടേണ്ട കുറച്ച് താഴെ നിന്ന് കിട്ട്. ഇനി ഞാൻ ഹെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചിയെടുത്ത് കൊടുത്തു. ബിക്കോസ് എനിക്ക് കുറച്ച് പനി വരുന്ന കുറച്ച് സിംറ്റംസ്, അതുകൊണ്ട് ഞാൻ ഹെയർ ഒന്നും വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചകിരി പിടിച്ച പോലെയായിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, വെറുതെ ഇങ്ങനെ ക്ലിപ്പിടാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒതുക്കി വെച്ച് ഫുൾ ഡേ നമുക്ക് ചുറ്റാനുള്ളതാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ കെട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്രഞ്ച് ബ്രൈഡായിട്ട് കിട്ടുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ ഇങ്ങനെ മൺഡേയ്സൊക്കെ ഞാൻ കെട്ടുന്ന ഒരു ഹെയർ സ്റ്റൈൽ. അപ്പോൾ ചേച്ചി വീട്ടിലുള്ളപ്പോൾ ഞാൻ വീട്ടിൽ നിന്നേ കെട്ടിയിട്ട് പോകും. ഇല്ലെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് പോയിട്ട് ഫസ്റ്റ് ഹെയർ കഴിഞ്ഞ് അടുത്ത ഹെയർത്തെ ബ്രേക്കിൽ വരുമ്പോൾ ഞാൻ കീർത്തനുണ്ട് റെസ്റ്റ് റൂമിൽ പോയി കെട്ടിപ്പിക്കും. സോ അങ്ങനെ ചെയ്യുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ എന്തായാലും കെട്ടാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കിയുള്ള വ്ളോഗ് എടുക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ അടുത്തത് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കെട്ടി കഴിഞ്ഞിട്ട് ചേച്ചിയും റെഡിയായ ശേഷം നമ്മൾ നിലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് പോവും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇപ്പോൾ റൂമിലുള്ളൂ. പപ്പ അമ്മ അവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴത്തോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ലേറ്റായതുകൊണ്ട് ഞങ്ങളെ വിട്ട് അവർ പോയി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് 9 o'clock ഒക്കെ ആണെന്നാണ് പറയണത്. ഇപ്പോൾ എന്താ പറയുക, കുർബാന. സോ ഇവിടെ ചെറുതായിട്ട് ചുറ്റിയിട്ട് മലയാള കുർബാന. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ചുറ്റിയിട്ട് നമ്മളങ്ങനെ കുർബാനയ്ക്ക് പോകണമെന്ന്. പക്ഷെ പെട്ടെന്നൊരു മഴ ഇവിടെ പെയ്തു. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ചുറ്റാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഡൗട്ടുള്ള ഒരിതാണ്. പക്ഷെ എന്തായാലും നോക്കാം.
നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ എന്തായിരുന്നു, ഇഡ്ഡലി, പൂരി, പിന്നെ വടയൊക്കെ ചേർന്ന ഒരു കോംബോ ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു. ആൻഡ് കുറേ ഇനം എന്താ പറയുക, സാമ്പാർ, ചട്നി, 2 തരം ചട്നി അതൊക്കെ ഉണ്ടായിരുന്നു. അതും എല്ലാം ഹോം മെയ്ഡാണ്. അപ്പോൾ സോ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വന്ന് പള്ളിയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ പള്ളിക്ക് പോവാം കേട്ടോ. അപ്പോൾ ഒരു ഷോർട്ട് കട്ട് അവർ പറഞ്ഞു തന്നു. അപ്പോൾ അതിലൂടെ നമ്മൾ പോകാൻ പോവാണ്. സോ ചേച്ചിയും അമ്മമ്മയും അവിടെ വരുന്നുണ്ട്. അമ്മയും പപ്പയും മുന്നിൽ പോകുന്നുണ്ട്. അപ്പോൾ എന്താ പറ്റിയ? ടയേർഡായി. വയ്യാകെ ഇരുന്നാലും നമ്മൾ ഐസ്ക്രീം കഴിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ പോവാണ്. അപ്പം എന്തായാലും പണി വന്നു, അത് ഫുള്ളായിട്ട് വരട്ടേന്ന് വെച്ചാൽ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോകും. ഓ കഴിക്കാം. അങ്ങനെ നമ്മൾ റൂമിലേക്ക് വന്നു. നല്ല എന്താ പറയുക, ചുറ്റുള്ളതിന് ശേഷം നമ്മൾ വന്നു. അപ്പോൾ എനിക്ക് നല്ലോണം വയ്യാണ്ടായി. അപ്പോൾ നമ്മൾ മെഡിസിൻ ഒക്കെ വാങ്ങിച്ചും വിക്സ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ചും റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഷായി കുറച്ച് ചില്ല് ചെയ്തിരുന്നു. ഇപ്പോൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നടത്തിക്ക് പോവാണ്. ഇനിയും വയറ്റിലാകുമ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ വിളിക്കും. സോ ഇപ്പോൾ ഈവനിങ് ആയിട്ടില്ല, അത് ടീ ബ്രേക്കാണ്. ഒരു 2 മണിക്കൂർ നല്ലോണം ഉറങ്ങിയപ്പോൾ നല്ലോണം ടയേർഡായി. ടീ കുടിക്കാൻ വേണ്ടി നമ്മൾ താഴത്തോട്ട് പോവാണ്. അപ്പോൾ ഇനി അടുത്തത് വേളാങ്കണ്ണിയിലെ ഒരു ബീച്ച് ഉണ്ടല്ലോ, അത് ഒരു മസ്റ്റ് വിസിറ്റ് ആണ്. സോ അവിടേക്കാണ് പോകുന്നത് അടുത്തത്. സോ കാണിച്ചാൽ അങ്ങനെ ഒരു നീണ്ട നടത്തിന് ശേഷം നമ്മളങ്ങനെ ബീച്ചിലേക്ക് എത്തി. പക്ഷെ എനിക്ക് അത്ര എനർജി ഇല്ല തടയാനൊന്നും. സോ ജസ്റ്റ് ഞാൻ കാല് മാത്രം നനയ്ക്കാമല്ലോ. അപ്പോൾ
അപ്പം നല്ലോണം നടന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എന്താ പറയുക നല്ല താങ്ങിച്ചു. അപ്പം ജ്യൂസ് വാങ്ങിച്ചു കുടിക്കാം. കുടിക്കുന്നേ കടലിൽ കുറച്ച് കാലൊക്കെ നനച്ചു. അപ്പൊ ഇനി ഇവിടെ വന്ന് എന്താ ഒരു കോൺ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ചുട്ട കോൺ ഉണ്ട്. അപ്പൊ അത് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് $50. ഇതില് പിന്നെ ഒന്നനമാ കാണിക്കണേ, ചൂടല്ലേ? ഏതുള്ള കത്ത ട്രിപ്പ് ഇവിടെ അടിപൊളിയായിട്ട് എൻഡ് ആവാണ്. ഇപ്പോൾ നമ്മൾ പള്ളിക്കൊക്കെ പോയിട്ട് വന്ന് ബീച്ചിലേക്കൊക്കെ പോയിട്ട് വന്ന് ഇപ്പോൾ നമ്മൾ റൂമിൽ കയറിയിട്ടായി. അപ്പോൾ ഒരു 7 ഒക്കെ ആയപ്പോൾ നമുക്ക് ഡിന്നർ കിട്ടി. അപ്പോൾ അത് നിങ്ങൾ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി 7:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് സിബിക്ക് റിട്ടേൺ ആവാണ്. അപ്പോൾ അത് ഹോൾ ടൂർ പാക്കേജ്, ഈ 1 ഡേ ട്രിപ്പിൻ്റെ ഹോൾ പാക്കേജ് നമ്മൾ തിരുഹൃദയം ടൂർ പാക്കേജിലാണ് നമ്മൾ എല്ലാം ചെയ്തത്. സോ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മൾ എന്താ പറയുക, ഫുഡിനായാലും റൂമിനായാലും ഒന്നും തന്നെ നമ്മൾ വരച്ചതിൻ്റെ ആവശ്യമില്ല. അവർ തന്നെ എല്ലാം നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് തരും. അപ്പോൾ ജസ്റ്റ് നമ്മൾ എൻജോയ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഇങ്ങനെ 1 ഡേ പീസ് ആയിട്ടുള്ള ഒരു ട്രിപ്പൊക്കെ വേളാങ്കണ്ണിക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ്.